ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബാംബൂ ഷൂട്ട് ഫ്രൈ ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ് ഈ ബാംബൂ ഷൂട്ട് ഫ്രൈ. ഞാൻ മിസോറാമിലൊരു 3 വർഷം ഉണ്ടായിരുന്നു. അപ്പം എനിക്കവിടെ ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു കറി. ഇത് പലതരത്തിൽ അവരുണ്ടാക്കും. എനിക്കതിൻ്റെ ഫ്രൈ മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവിടെ എല്ലാ ചന്തകളിലും അതിനിങ്ങനെ മുക്കിനൊക്കെ ഇത് വിൽക്കാൻ വെച്ചിരിക്കും. ഇത് സീസണിൽ അത് വലിയ വില ഇല്ല. പക്ഷേ സീസൺ ഔട്ട് ഓഫ് സീസൺ ആണെങ്കിൽ ഭയങ്കര വിലയാണ്. അപ്പോൾ ഇപ്പോൾ ഔട്ട് ഓഫ് സീസണാണ്. അപ്പോൾ എനിക്ക് ഒരാൾ കൽക്കത്ത വന്നപ്പോഴത്തേന് എൻ്റെ ഒരു ഫ്രണ്ട് കൊണ്ടുവന്നതാണ്. അപ്പം അത് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷം നല്ലതുപോലെ 2-3 വെള്ളത്തിൽ കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു അരമണിക്കൂർ വേവിക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇടണം. എന്നിട്ടൊരു ഹോളുള്ള പാത്രത്തിൽ ഒഴിച്ച് അതിൻ്റെ വെള്ളം മുഴുവനും കളയുക. അപ്പം നല്ല തോർന്ന് കിട്ടും. കണ്ടോ, നല്ല തോർന്ന് കിട്ടി. അപ്പോൾ ഇതിന് വേണ്ടത് സവാള, പച്ചമുളക്, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഓക്കെ, എണ്ണ. അപ്പോൾ എണ്ണ ഒഴിച്ചു. എണ്ണയ്ക്കകത്ത് കടുക് പൊട്ടി. അതിന് ശേഷം പച്ചമുളക്, വെളുത്തുള്ളി, സവാള ഇതിട്ട് നല്ലതുപോലെ വഴറ്റുക. നല്ലതുപോലെ വഴന്നിട്ട് അതിനകത്തോട്ട് നമ്മൾ തോത്തി വെച്ചിരിക്കുന്ന ആ ബാംബൂ ഷൂട്ട് ഇട്ട് നല്ലതുപോലെ ഇളക്കിയിട്ട് നല്ലതുപോലെ ഇളക്കുമ്പം ആ ചെറുതീയിൽ ഇളക്കുമ്പോൾ അതിങ്ങനെ മൊരിഞ്ഞ് വരും. അതാണ് ടേസ്റ്റ്. അപ്പോൾ ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ അതിനകത്തോട്ട് കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് അത് നല്ലതായിട്ട് ഇളക്കുക. എന്നാൽ ചെറുതീയിൽ വേണേ, വലിയ തീയിൽ വെച്ചാൽ അതും കരിഞ്ഞു പോകും. അപ്പോൾ ഇങ്ങനെ ഇളക്കുമ്പോഴത്തേനും കളറും കിട്ടും. അതുപോലെ നല്ല മൊരിഞ്ഞ് വരും. ആ മൊരിഞ്ഞ് വരുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്. ആ ഒരു ബാംബൂ ഷൂട്ട് മൊരിഞ്ഞ് വരുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത്. ഓക്കെ, അപ്പം ബാംബൂ ഷൂട്ട് ഫ്രൈ റെഡി. ലോജീസ് വേൾഡ് യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.